ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദവും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കണക്കിലെടുത്താണ് സർക്കാരിന്റെ യു-ടേൺ. ഇതോടെ 20,000-ഓളം അധ്യാപകർക്ക് നിയമന സ്ഥിരത ലഭിക്കാനാണ് വഴി തെളിയുന്നത്. ഭിന്നശേഷിക്കാരെ നിയമിക്കാനുള്ള അധ്യാപക തസ്തികകൾ ഒഴിച്ചിട്ടാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് അധ്യാപകർക്ക് നിയമന സ്ഥിരത നൽകാമെന്നായിരുന്നു NSSന് ലഭിച്ച സുപ്രീംകോടതി വിധി. ഇത് എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കും. വിധി വരുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് കേട്ടക്ട് ഇല്ലെങ്കിലും സമാന തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചുകൊണ്ട് അവർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി പരീക്ഷ പാസ്സാവണമെന്ന നിലയിൽ അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ്. 1.5 വർഷത്തിലധികമായി ഇതേ ആവശ്യവുമായി ക്രിസ്ത്യൻ മാനേജ്മെന്റുകളടക്കം പ്രതിഷേധത്തിലായിരുന്നു. NSS കേസിൽ വ്യക്തത തേടി സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതിക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെ അന്തിമ വിധി അനുസരിച്ചാവും നിയമന സ്ഥിരതയെന്ന നിബന്ധന കൂടി ഉത്തരവിലുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.